അഡ്രസ്സിംഗ് മോഡ്. എന്താ അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ഓപ്പറൻസിനെ യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, 2 ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, 3 ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു പ്രോഗ്രാം കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു ലൈൻ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഓപ്പറൻസിന് യൂസ് ചെയ്യുന്നത്. ഓപ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാസ്, നമ്മുടെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ഡാറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യണം, ഒരു ഡാറ്റ വെച്ച് എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണം. ആ ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് മൈക്രോ കൺട്രോളറിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുക, നമ്മൾ ഇൻസ്ട്രക്ഷൻ വൈസ് ആണ് കൊടുക്കുക. ആ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഓപ്പറൻറ്റിനെ യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഈ ഡാറ്റേനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ഏതൊക്കെ ടൈപ്പാണെന്നുള്ളതാണ് അഡ്രസ്സിംഗ് മോഡിൽ പറയാൻ പോകുന്നത്. ഓരോ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. അതിൽ ഓരോ അഡ്രസ്സിംഗ് മോഡിലും ഓരോ തരത്തിലാണ് നമ്മൾ ഡാറ്റേനെ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 3 ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 ഇൻസ്ട്രക്ഷൻസ് കാണാം. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, മൂന്നാമത്തെ. അതിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താ, മൂവ് എ കോമ #25h, ഇങ്ങനെയാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. രണ്ടാമത്തത് മൂവ് എ കോമ R0, മൂന്നാമത്തത് മൂവ് എ കോമ 00h. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഈ ഇൻസ്ട്രക്ഷൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ആണ്. മൂവ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണിത്. എന്താണ് മൂവ് ചെയ്യേണ്ടത്, എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 25 ഈ സംഭവം മൂവ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് മൂവ് എ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എയിനെ എടുത്ത് അങ്ങോട്ടോ മൂവ് ചെയ്യാനാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഈ കൺട്രോളറിൻ്റെ പ്രോസസ്സറിൻ്റെ ഒക്കെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അസംബ്ലി ലെവൽ ലാംഗ്വേജ് എപ്പോഴും ഇങ്ങനെയാണ് വരിക. എയിലേക്ക് ഈ ഡാറ്റേനെ മൂവ് ചെയ്യണം. ഇങ്ങനെയാണ് ഡാറ്റ ഫ്ലോ വരിക. ഓക്കെ, ഇതാണ് ഈ ഇൻസ്ട്രക്ഷൻ്റെ അർത്ഥം. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത, ഈ 3 ഇൻസ്ട്രക്ഷനിലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ നോക്കുക, മൂവ് എ കോമ R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ R0നെ എടുത്ത് എയിലേക്ക് മൂവ് ചെയ്യണം എന്നാണോ? നോക്കാം നമുക്ക്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ മൂവ് എ കോമ 00h, ഈ 00hനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബേസിക് അനാലിസിസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാനൊരു ഇൻറ്റേർണൽ റാം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇൻറ്റേർണൽ റാമിൽ രജിസ്റ്റർ R0 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഏറ്റവും താഴത്തെ 00 രജിസ്റ്റർ ബാങ്ക് 0യിലുള്ള 00h എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ R0 എന്ന് പറയുന്ന രജിസ്റ്ററാണുള്ളത്. ആ രജിസ്റ്ററിലുള്ള ഡാറ്റ 25 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു കണ്ടീഷനാണ്. 25 ആണ് ഇവിടുത്തെ ഡാറ്റ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് ഈ 25 എന്ന് പറയുന്ന ഡാറ്റേനെ എത്തിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് പലതരത്തിൽ ചെയ്യാം. ചില സമയത്ത് നമുക്ക് അറിയുണ്ടാവും R0 എന്ന് പറയുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ 00 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന രജിസ്റ്ററിൽ 25 ആണ് ഡാറ്റ ഉള്ളതെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. ആ ലൊക്കേഷനിൽ ഏത് ഡാറ്റയാണുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സംഭവിക്കാം. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി 25 ആണ് അവിടെ ആ ലൊക്കേഷനിലുള്ള ഡാറ്റ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലൊക്കേഷനിലുള്ള 25 എന്ന് പറയുന്ന ഡാറ്റേനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എയിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് 25 ആണ് അവിടുത്തെ ഡാറ്റ എന്ന് അറിയാമെങ്കിൽ നമ്മൾ എന്തേ പറയുള്ളൂ, ഈ 25ൻ്റെ അടുത്ത് എയിലേക്ക് ഇടാനേ പറയുള്ളൂ. അവിടുത്തെ ഡാറ്റ 25 ആണെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ലൊക്കേഷനിലുള്ള ഡാറ്റ ഏതാണോ ആ ഡാറ്റേനെ എടുത്തിട്ട് എയിലേക്ക് മൂവ് ചെയ്യണം. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. ആ എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, 25 എന്ന് പറയുന്ന ഒരു നമ്പറിനെ മൂവ് ചെയ്യണം. ഹെക്സിലാണ് 25 എന്ന് പറയുന്ന ഡാറ്റേനെ മൂവ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കണ്ടീഷൻ ഞാൻ പറഞ്ഞത്, ഒന്ന് 25 മൂവ് ചെയ്യിക്കേണ്ടത് നമുക്ക് ഡയറക്റ്റ്ലി അറിയണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലുള്ള ഡാറ്റയാണ് മൂവ് ചെയ്യിക്കേണ്ടത് എന്ന് മാത്രമേ അറിയണ്ടാവുള്ളൂ. അത് 25 എന്ന് നമുക്ക് അറിയണമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കൂ. ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് #25 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹാഷ് എവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ഉറപ്പിക്കുക ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡാറ്റയാണ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഹാഷ് ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക നമ്മൾ മൂവ് ചെയ്യേണ്ടത് ഈ 25 എന്ന് പറയുന്ന ഡാറ്റേനെ ഡയറക്റ്റ്ലി ആണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാഷ് ഇല്ലാത്തൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഹാഷ് ഇല്ലാത്തൊരു ഇൻസ്ട്രക്ഷൻ, അതാണ് ഈ മൂന്നാമത് കൊടുത്തിരിക്കുന്നത്.
മൂന്നാമത്തതിന് കൊടുത്തിരിക്കുന്നത് ഒരു നമ്പറാണ് 00H. ഇവിടെയും കൊടുത്തിരിക്കുന്ന ഒരു നമ്പറാണ് 25H. അപ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ ഹാഷ് ഉണ്ട്, മൂന്നാമത്തെ നമ്പറിൻ്റെ കൂടെ ഹാഷ് ഇല്ല. ഹാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിനെയാണ് എങ്ങോട്ടേക്ക് എത്തിക്കേണ്ടത്, എ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹാഷ് ഇല്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും ഒരു നമ്പർ അല്ല, പകരം ഈ തന്നിരിക്കുന്നത് ഒരു അഡ്രസ് ലൊക്കേഷനാണ്. ഈ തന്നിരിക്കുന്നത് ഒരു അഡ്രസ് ലൊക്കേഷൻ ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ്റെ അർത്ഥം എന്താ, എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഈ അഡ്രസ് ലൊക്കേഷനിൽ എന്ത് ഡാറ്റയാണോ ഉള്ളത് ആ ഡാറ്റേനെ മൂവ് ചെയ്യിക്കണം. ഡിഫറൻസ് എന്താണ് ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ ഇൻസ്ട്രക്ഷൻ നോക്കുക, ഇൻസ്ട്രക്ഷനിൽ നമ്പേഴ്സ് ഉണ്ടാവും. നമ്പേഴ്സ് രണ്ട് തരത്തിൽ തരാം, ഹാഷ് വെച്ചിട്ടും തരാം, ഹാഷ് ഇല്ലാണ്ടും തരാം. ഹാഷ് വെച്ചിട്ടാണ് നമ്പേഴ്സ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, ആ നമ്പറിന് അതേപടി എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹാഷ് വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, നമ്പറാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം ഈ തന്നിരിക്കുന്നത് ഒരു നമ്പർ അല്ല, പകരം എന്താണ്, ഒരു അഡ്രസ്സ് ആണ്. ഡാറ്റയല്ല, ഒരു അഡ്രസ്സ് ആണ്. ആ അഡ്രസ് ലൊക്കേഷനിൽ ഏത് ഡാറ്റയാണോ ഉള്ളത് ആ ഡാറ്റേനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 25 എന്ന് പറയുന്ന ഡാറ്റേനെ ഡയറക്റ്റ് ആയിട്ട് എയിലേക്ക് എടുത്ത് മൂവ് ചെയ്യിക്കുകയാണ്. വേറെ ഒന്നും ചോദിക്കാനുമില്ല, ഒന്നും നോക്കാനുമില്ല. ഏത് ലൊക്കേഷനിലാണ് 25 ഉള്ളത് ഒന്നും നോക്കാനില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണത്. 25 എന്ന് പറയുന്ന നമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് എ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടിരിക്കുക. അങ്ങനെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യിക്കുന്ന ഒരു അഡ്രസ്സിംഗ് മോഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈ ആദ്യം കൊടുത്തിരിക്കുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിൾ എന്തായിരിക്കും? രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്ക്, R0 എന്ന് പറയുന്ന മൂവ് എ കോമ R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, R0 എടുത്ത് എയിലേക്ക് മൂവ് ചെയ്യിക്കുക അല്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, R0 എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്. രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു മെമ്മറി ആണ്. ആ രജിസ്റ്ററിൽ എന്ത് ഡാറ്റയാണോ ഉള്ളത് ആ ഡാറ്റയെ എങ്ങോട്ടേക്ക് എത്തിക്കണം, എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് എത്തിക്കണം. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ്റെ അർത്ഥം. മൂവ് എ കോമ R0 എന്ന് പറഞ്ഞാൽ എന്താണ്, R0 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഡാറ്റയെ എവിടേക്ക് എത്തിക്കണം, എയിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടുത്തെ അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു രജിസ്റ്റർ നെയിംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ അഡ്രസ്സിംഗ് മോഡിനെ നമ്മൾ എന്ത് പറയും, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, അതാണ് ഇത് ഈ രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റർ നെയിംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൺട്രോളർ എന്ത് ചെയ്യും, ആദ്യം പോയി R0 എന്ന് പറയുന്ന രജിസ്റ്റർ നോക്കും, അതിൻ്റെ അകത്ത് ഡാറ്റ എന്താണെന്ന് നോക്കുമ്പോൾ ഡാറ്റ 25 തന്നെയാണ്. ഈ ഡാറ്റ 25 ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ രജിസ്റ്ററിലുള്ള ഡാറ്റ ഇങ്ങോട്ടേക്ക് പെർഫോം ചെയ്യാൻ പറയുന്നത്. പക്ഷേ നമുക്ക് അവിടെയുള്ള 25 ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈ അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്താൽ മതി. അറിയാത്ത കേസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവിടുത്തെ ഡാറ്റ എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ, 25 ആണ് അവിടുത്തെ ഡാറ്റ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ നോക്കാൻ പോവില്ല, പകരം എന്ത് ചെയ്യും, R0യിൽ എന്ത് ഡാറ്റയാണോ ഉള്ളത് അത് എയിലേക്ക് മൂവ് ചെയ്യിക്കുക എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എന്താ പറയുന്നത്, ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യിക്കുന്നു, എയിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നെയിം യൂസ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, ഒരു മെമ്മറി ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്രസ്സിംഗ് മോഡിനെ നമ്മൾ പറയാം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്നാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് ആയിട്ട് ഒരു അഡ്രസ് ലൊക്കേഷൻ കൊടുക്കുന്നു. ആ അഡ്രസ് ലൊക്കേഷനിൽ ഏത് ഡാറ്റയാണോ ഉള്ളത് അതിനെ എന്ത് ചെയ്യിക്കണം, എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ എപ്പോഴും കൊടുക്കുക അഡ്രസ്സാണ്. അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഡാറ്റ പോലെ തന്നെ ഉണ്ടാവും. അത് അഡ്രസ്സാണോ ഡാറ്റയാണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും, ഡാറ്റ ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു ഹാഷ് ഉണ്ടാവും. അഡ്രസ്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹാഷ് ഉണ്ടാവില്ല. ഓക്കെ, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇത് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ നോക്ക്, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് 00H ആണ്. 00H എന്ന് പറയുന്നത് എന്താണ്, ഒരു 8 ബിറ്റ് അഡ്രസ്സ് ആണ് അല്ലേ. 00H എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് അഡ്രസ്സ് ആണ്. അപ്പോൾ ആക്ച്വലി 8 ബിറ്റ് അഡ്രസ്സുകൾ മാത്രമേ എവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 8 ബിറ്റ് അഡ്രസ്സുകൾ മാത്രം. അപ്പോൾ 8 ബിറ്റ് അഡ്രസ്സുകൾ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബിറ്റ് അഡ്രസ്സുകൾ മാത്രം ഉപയോഗിക്കുന്ന ലൊക്കേഷൻസ് ഏതൊക്കെയാണ്,
രണ്ട് സംഭവങ്ങൾ മാത്രമാണ് 8 ബിറ്റ് ലൊക്കേഷൻസ് യൂസ് ചെയ്യുന്നത്, 8 ബിറ്റ് അഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നമുക്കറിയാം ഇന്റേണൽ റാമിൻ്റെ അഡ്രസ്സ് മുഴുവൻ 8 ബിറ്റ് ആണ്. എക്സ്റ്റേണൽ റാമിൻ്റെ അഡ്രസ്സ് 8 ബിറ്റ് ആണോ? അല്ല, എക്സ്റ്റേണൽ റാമിൻ്റെ അഡ്രസ്സ് 16 ബിറ്റ് ആണ്. അപ്പോൾ അതൊരിക്കലും എന്ത് യൂസ് ചെയ്യില്ല? എക്സ്റ്റേണൽ റാമിലുള്ള ഡാറ്റ എടുക്കണമെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഉപയോഗിക്കില്ല. ഇന്റേണൽ റാമിലുള്ള ഡാറ്റ എടുക്കണമെങ്കിൽ മാത്രമേ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഉപയോഗിക്കുള്ളൂ. വേറെ ഒരു സ്ഥലത്തും കൂടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? 8 ബിറ്റ് അഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സ് മുഴുവൻ എത്രയാണ്? 8 ബിറ്റ് ആണ്. അപ്പോൾ ഇന്റേണൽ റാമിൻ്റെ ലൊക്കേഷനിലുള്ള ഡാറ്റാസ് ആക്സസ് ചെയ്യാനും സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിലുള്ള ഡാറ്റാസ് ആക്സസ് ചെയ്യാനും വേണ്ടി മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഉപയോഗിക്കുള്ളൂ. കാരണം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ എത്ര ബിറ്റ് അഡ്രസ്സാണ് കൊടുക്കുക? 8 ബിറ്റ് അഡ്രസ്സാണ് കൊടുക്കുക. 8 ബിറ്റ് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഈ രണ്ടാൾക്കാരും മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്.